ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും. എന്റെ ജീവിത ലക്ഷ്യം അതൊന്നു മാത്രമാണ്. അമ്മയില്ലാത്ത ദുഃഖം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ്. അയാളെ വിട്ടേക്കൂ, അയാൾ പൊയ്ക്കോട്ടെ. സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്നൊരു കുടുംബത്തെ ഒരു ദ്രോഹി ചിഹ്നഭിന്നമാക്കിക്കളഞ്ഞു. അയാളോട് ന്യായം ചോദിക്കാൻ ചെന്ന എന്നെ ചെയ്യാത്ത കുറ്റം ചുമത്തി പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. പറയൂ, ഞാൻ പോലീസിൽ പിടികൊടുക്കണോ? എന്റെ അമ്മയുടെ മുഖം പോലും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാരുണ്യം നിറഞ്ഞൊരു അമ്മയെ കണ്ടത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അയാളെ വിട്ടേക്കു കുഞ്ഞെ. അമ്മ എന്താണ് ഈ പറയുന്നത്? തെറ്റിയതോട് പലതും പറയും. ഏതാണ് ശരിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളസാക്ഷികളുടെ വാക്ക് വിശ്വസിച്ച് 14 വർഷം കോടതി ശിക്ഷിച്ചു. എന്റെ പൊന്നുമോനെ പിരിഞ്ഞാണ് അന്ന് ഞാൻ ജയിലിൽ പോയത്. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ ഇതുവരെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞെ എനിക്ക് ഈ ശിക്ഷ? ഇയാൾ തെറ്റുകാരനാണെന്ന് രാജ്മോഹന് തീർത്ത് പറയാൻ പറ്റുമോ? പറയൂ. എന്ത് വേണമെങ്കിലും ചെയ്തു ഇയാൾ ഇവിടെ പോകാൻ പറയും. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു കാര്യം, ഇന്ന് ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുറ്റം ഞാൻ ചെയ്യും. അന്ന് ഞാൻ വക്കീൽ സാറിന് വന്ന് കാണാം. പോലീസിനോ ജയിലിനോ തൂക്കുമരത്തിനോ അന്ന് ഞാൻ തയ്യാറായിരിക്കും. വരട്ടെ. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പുറത്ത് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞപ്പം ഇവൾ എന്നോട് ദേഷ്യപ്പെടുക. ശാന്തി, ഇവൾ എന്താ ഈ പറയുന്നത്? വേണ്ട വേണ്ട, നീ എന്നോട് പിണങ്ങണ്ട. ഇല്ല, പിണങ്ങൂല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ കൂടി അറിയണ്ടേ? പറയൂ. അവിടെ എങ്ങാണ്ട് ഒരു കുടിലിൽ നിന്റെ അച്ഛൻ ഒരു സ്ത്രീയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ അച്ഛനോ? നേരാണോ? നമുക്ക് പോവാം. ഞങ്ങൾ പോകുന്നു. എന്താ സുശീലേ? അച്ഛൻ ആഹാരം കഴിക്കാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോഴാണ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ കാര്യം? ആരോ ഒരു സ്ത്രീയെ അവിടെ കണ്ടുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട്? ഇല്ല, സത്യം എന്താണെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് അന്വേഷിച്ച് വേണ്ടത് ചെയ്യാം. കൊച്ചമ്മയോ? ഭവാനി കൊച്ചമ്മേ? ശങ്കരൻ നായരല്ലേ? അതെ കൊച്ചമ്മേ. ഈശ്വര, നിന്റെ ഒരു മായാവിലാസം. മരിച്ചെന്ന് കരുതിയ കൊച്ചമ്മയെ നീ തിരിച്ചു തന്നു. എന്റെ ബാബുമോന് അവന്റെ അമ്മയെ തിരിച്ചു കിട്ടി. എന്റെ ബാബുമോൻ എവിടെ? ശങ്കരൻ നായരെ പറയൂ. എന്റെ കൂടെ ഉണ്ടോ കൊച്ചമ്മേ? വളർന്നു വലിയ ആളായി. കൊച്ചമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പൊ എവിടെയാ? എല്ലാം പറയാൻ ശങ്കരൻ നായരെ. എനിക്ക് എന്റെ മോനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. അവൻ എവിടെയാണ്? കാണാൻ കൊച്ചമ്മേ, പക്ഷേ ഇപ്പോ. എന്താ എന്റെ മോൻ എന്തു പറ്റി? കൊച്ചമ്മേ, ബാബുമോൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒളിവിൽ കഴിയാണ്. എന്റെ മോൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒളിച്ചു കഴിയുന്നു. ശിക്ഷ അറിയിക്കാത്തവരെ തന്നെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. ദൈവം, ഇതെന്ത് പരീക്ഷണമാണ്? ശങ്കരൻ നായരെ, ഞാൻ താമസിക്കുന്നത് ഒരു വക്കീലിന്റെ കൂടെയാണ്. ഒരു നല്ല മനുഷ്യൻ. എന്റെ മോൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അവനെ രക്ഷിക്കും. എനിക്ക് എന്റെ മോനെ കാണണം. കൊച്ചമ്മ എവിടെയാ താമസിക്കുന്നെന്ന് പറഞ്ഞാ മതി. അവിടെ വന്ന് ബാബുമോൻ കൊച്ചമ്മയെ കാണും. ചെറുപ്പത്തിലേ എന്നെ വിട്ടു പിരിഞ്ഞു പോയ എന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചു ഞാൻ എത്ര വേദനിച്ചു. ഒരുത്തനെ തിരിച്ചു കിട്ടി. അവൻ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷിക്കേണ്ടതിന് പകരം ഹൃദയം പൊട്ടി കരയേണ്ടി വന്നിരിക്കുന്നു.
പാവം. അമ്മയുടെ കഥ കേട്ടിട്ട് ഈ ലോകത്ത് ഒരു സ്ത്രീയും ഇത്രയും ദുരിതം അനുഭവിച്ച് കാണുമെന്ന് തോന്നുന്നില്ല. അവരുടെ മോനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അന്ന് എന്റെ നെറ്റിയിൽ മുറിവേറ്റപ്പോ കുഞ്ഞിനെന്നോട് സഹതാപം തോന്നി. ഇന്നെന്റെ ഹൃദയത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. എന്തുകൊണ്ട് കുഞ്ഞിനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഒരു കാര്യം സത്യമാണ്, എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാബുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാൻ കഴിയില്ലേ? എനിക്കിന്നു മുതൽ ആർക്കു വേണ്ടിയും വാദിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വാദിക്കാൻ കഴിയില്ലെന്നോ? അതെ, നാളെ മുതൽ ഞാൻ കോടതിയിൽ പോകുന്നത് ഒരു വക്കീലായിട്ടല്ല, എന്നെ ഒരു ജഡ്ജായി നിയമിച്ചിരിക്കുക. അപ്പൊ എന്റെ മോൻ നിയമത്തിന്റെ കൈകളിലാണ്. കൊച്ചമ്മേ, വിശേഷമൊന്നുമില്ലല്ലോ? മരുന്ന് കഴിച്ചോ? ഞാൻ ഈ അടുത്തൊരു സ്ഥലം വരെ പോയി ഉടനെ വന്നേക്കാം. മരിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ നടത്തിയതൊരു നാടകമായിരുന്നു. കൊള്ളാം. നിങ്ങളെ കാട്ടിൽ ഒളിച്ചു വെച്ചിട്ട് ഞാൻ കൊന്നുവെന്നെ പേരിൽ കുറ്റാരോപണം. എണീക്കാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സത്യം മുഴുവൻ ഞാൻ പറയിപ്പിക്കും. അവരെ വിടും. അപ്പൊ നിങ്ങളും ഗോപാല മുതലാളിയുടെ കൈയാളാണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. അവരെ വിടൂ. ഇല്ല, അവരെന്റെ കൂടെ വന്നേ പറ്റൂ. അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകും. അവരെ വിടാൻ.
ബാബുവൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ ഈ കാലുകൊണ്ട് മോനെ ഞാൻ ചവിട്ടിയില്ലേ, അതിന്റെ ശിക്ഷയാണിത്. ഗോപാലിന്റെ കുത്തേറ്റകൾ കൊച്ചമ്മയുടെ നട്ടലിനാണ്. ജീവൻ രക്ഷിച്ചുവെങ്കിലും കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. എപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെല്ലാം പറയാം കുഞ്ഞെ. ഞാൻ മാധവി കൊച്ചമ്മയുടെ റിക്ഷക്കാരനായിരുന്നു. ഒരു ദിവസം മണിമംഗലം ഭവാനിയമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാലൻ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി. എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലി കഴിച്ചു. പാവം ജാനകി. ഭവാനിയമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു. ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാലൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു.